വേറൊരു സ്ഥലത്തേക്ക് പോവും ഈ പാട്ട് കേൾക്കുമ്പോൾ. അത് ഡെഫിനറ്റ് ആണ്. അത് എത്ര ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരുന്നാലും നമ്മൾ ആ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ പാട്ടാണ്. ചോദിക്കാൻ വന്ന ശ്വേതയുടെ അടുത്ത് ഒരേ കടലിലെ പാട്ടുകൾ ശുഭബന്ധുരാളില്ല അതിൽ യമുന വെറുതെ പാടുന്ന സമയത്ത് ആ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നില്ലേ ട്രാൻസ് മ്യൂസിക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെട്ടുപോകുന്നത്, അതേപോലെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ. അത് ബോംബെ ജയശ്രീ മാം പാടിയതും ശ്വേത പാടിയതും ഒക്കെ അത് എനിക്ക് തോന്നുന്നു അന്ന് കുറച്ചുകൂടെ എങ്ങായിരുന്ന ശ്വേതയാണ് അത് പാടിയിരിക്കുന്നത്. പക്ഷേ ആ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി. അതിപ്പോഴും ഓർക്കുന്ന പാട്ടാണ്. അതിൻ്റെ 2 വരി പാടിയിട്ട് നമുക്ക് പിന്നെ അത് ഈ ശുഭബന്ധുരാളി രാഗം, ആ രാഗത്തിന് ഒരു ഭാവം ഉണ്ടല്ലോ. അത് തന്നെ ഇത്രയും പാട്ടുകളിൽ അത് ഡിഫറെന്റ് സോങ്സ് മൂഡ്സിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കഴിവ് തന്നെയായിരുന്നു ഔസേപ്പേട്ടന്. ഹി ഗോട്ട് ദ നാഷണൽ അവാർഡ് ഫോർ ദാറ്റ് അല്ലേ? ആ, ഭയങ്കര അടിപൊളി വർക്കായിരുന്നു അത്. അത് ഒരാൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വർക്കുകളുടെ കൂട്ടത്തിൽ പറയുന്നത്. ഇത് ഇങ്ങനെ നോക്കും എന്നാലും അത് ശ്യാം സാറ് അത്രയും എനിക്ക് തോന്നുന്നു അത് എങ്ങനെയാണ് സജഷൻ വന്നതെന്ന് അറിഞ്ഞു. പക്ഷെ ആരുടെ സജഷൻ ആണെങ്കിലും സൂപ്പർ സജഷൻ ആയിട്ട് സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ശ്യാം സാർ ആക്ച്വലി ശ്വേതയുടെ ഷൂട്ടും ചെയ്തു അല്ലേ ഒരു പാട്ട്. അത് നമ്മുടെ കയ്യിലല്ലോ. അത് പാടാം. യമുന വെറുതെ. യമുന വെറുതെ പാടുന്നു യാദവം ഹരിമാധവം ഹൃദയഗാനം നന്ദനം നറുചന്ദനം ശൗരീ കൃഷ്ണ വിരഹവധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം വിരഹവധുവാമൊരുവൾ പാടി വിധുരമാം ഒരു ഗീതം ഒരു മൗന സംഗീതം യമുന വെറുതെ വേറെ ലെവൽ സാധനം. അതെ അതെ അതെ. സാർ എങ്ങനെയാ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഔസേപ്പ് അങ്കിൾ ആ പറഞ്ഞില്ല എന്റെ ചെറിയ വയസ്സിൽ പാടിയതാന്ന്. ഞാൻ ജസ്റ്റ് പാടി തുടങ്ങിയ കാലമാണ് 2007. സോ ഇത്രയും ഒരു കാര്യമായിട്ടുള്ള ഒരു സോങ് അങ്ങനെ ഒരു വളർന്നു വരുന്ന ഒരു സിംഗറിനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചത് തന്നെ ഔസേപ്പ് അങ്കിളിന് എത്രയോ നന്ദി പറയണം. ശ്യാമപ്രസാദ് സാറിനും ഗിരീഷ് പുത്തഞ്ചേരി സാർ എങ്ങനെയാ പറഞ്ഞു തരണേ പാട്ട്? ഉണ്ണിമേനോൻ അങ്കിളുടെ സ്റ്റുഡിയോയിൽ നേരിട്ട് പറഞ്ഞു തന്ന്. അന്ന് എനിക്ക് കുറച്ചൊരു കോൾഡ് ഉണ്ടായിരുന്നു. സോ അത് ഔസേപ്പ് അങ്കിളിന് ഇഷ്ടമായ ടോൺ ഈ പാട്ടിന് ചേർന്ന പോലെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയാണ് പാട്ട് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തത്. പാട്ട് പഠിക്കാനല്ല, അല്ല പാട്ട് ആ പ്രൊഫഷനിലേക്ക് പോകണ്ട, ആ പ്രൊഫഷനിലേക്ക് പോകണ്ട എന്ന് തീം. അല്ല അല്ല ഇത്രയും കാണിച്ചിരുന്നില്ല അന്ന് കാണിച്ചു. അത് ഇൻട്രസ്റ്റ് അല്ല, കഴിവ്. ഓ, കഴിവ് കാണിച്ചില്ല. കഴിവ് ഉണ്ട് അവൾക്ക്. തീരെ കൊച്ചില് നല്ല നമുക്കറിയാലോ ഒരു 3-4-5 വയസ്സാവുമ്പോ കുട്ടികള് തീരെ കൊച്ചിലെ ശരീരിക അത് ദാസമ്മാമ അത് കറക്റ്റായിട്ട് പാടി. അപ്പൊ നമുക്കറിയാം സ്വരസ്ഥാനം ഉണ്ട്, ഈ കുട്ടിക്ക് സംഗീതം ഉണ്ടെന്ന് അറിയാം. പക്ഷെ പിന്നെ അവള് അതിലൊട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എനിക്ക് ഒരാളെ പുഷ് ചെയ്ത് നമ്മളൊരു പാട്ടുകാരി ആയതുകൊണ്ട് മക്കളും പാട്ടുരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് എല്ലാവരും ഒരർത്ഥമില്ല അതിൽ. അപ്പോൾ ജനങ്ങൾക്ക് അതും കേൾക്കേണ്ടി വരുമെന്ന്. അപ്പൊ ഞാനങ്ങ് നിർബന്ധിച്ചില്ല. ഇവള് പാടിയിട്ടുമില്ല. മുറിയുടെ ഉള്ളിൽ ഇനി അമ്മ പാടിക്കൊണ്ട് നടക്കണോണ്ടാണോ അവള് വെളിയിൽ പാടാത്തതെന്നും അറിയില്ല. ആരും ഇവളൊരു ഉള്ളിൽ ഇത്രയും അവള് പാടി തുടങ്ങിയപ്പോഴാണ് അത്രയും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലും നല്ലോണം പഠിപ്പിച്ചേനെ. വെളിയിലൊന്ന് പാടി തുടങ്ങിയപ്പോഴാണ് ഷീ ഈസ് ഗുഡ് ആൻഡ് ഓൾ താങ്ക്സ് ടു ബിന്നിയാണ് വടി വെച്ച്. പക്ഷെ നല്ല സ്റ്റുഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിലെ നല്ല സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, എന്താ വെച്ചാല് കച്ചേരിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുമ്പിലേക്ക് വരണമെന്നൊരു ആഗ്രഹം. ഭയങ്കര സങ്കടമാണ് ബിന്നി ചേച്ചിന്റെ മനസ്സിലും എന്റെ മനസ്സിലും. ഒരു കച്ചേരി ഓൺലൈൻ അന്ന് ഇതുള്ളപ്പോ ചെയ്തു അല്ലേ?
നമ്മുടെ കോവിഡ് ഉള്ളപ്പോ ഒരു ചെയ്തേ കച്ചേരി ആ ലെവലിലേക്ക് തെളിഞ്ഞു വരുള്ളൂ. അത് ആ എണ്ണയൊക്കെ ഇത് എടുക്കണ പോലെ ഇങ്ങനെ പിഴിഞ്ഞ് എന്നാലും അത് കലങ്ങി തെളിയണം. അതിന് അത്രത്തോളം അതിന് ഫോക്കസ് ചെയ്ത് എല്ലാ ദിവസവും, എപ്പോഴെങ്കിലും പറ്റില്ല, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അതിനായിട്ട് ശ്രമിക്കണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് ഇത്ര 15 വർഷമായിട്ട് എനിക്ക് അതിന് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് നല്ലതിനാണോ ഇത് എനിക്ക് അറിഞ്ഞൂടാ. അത് നല്ലതാണോ, എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അത് നല്ലതാണോ നല്ലതല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ തീർച്ചയായിട്ടും ക്ലാസിക്കൽ മ്യൂസിക്കിൽ എനിക്ക് എൻ്റെ മനസ്സ് ഒരുപാടുണ്ട്. ഞാൻ കേൾക്കും എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ്. ചേച്ചീൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. ബിന്നി മാഡത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മനോധർമ്മം വളരെ രസകരമായി പാടുന്ന ഒരു ശ്വേതയെ മുന്നിൽ കാണുക. അതൊരു ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ശിഷ്യായിരുന്നിട്ട് ഒരു മനോധർമ്മം പാടുക എന്താന്ന് വെച്ചാ ഞാൻ ബിന്നി പറയണത് കറക്റ്റാണ്. കാരണം എല്ലാ ടീച്ചേഴ്സിന്റെയും ആഗ്രഹം സ്റ്റുഡൻസ്, കാരണം സോറി ബിന്നി ചേച്ചി അത്രത്തോളം എഫേർട്ട് അതുകൊണ്ടാണ് കേട്ടോ. കാരണം അത്രയും സമയവും ബ്ലഡ് ആൻഡ് സ്വെറ്റ് കൊടുത്തിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ചേച്ചി. അപ്പോൾ ചേച്ചീൻ്റെ ആ ഒരു സീനിയർ മോസ്റ്റ് സ്റ്റുഡൻറ്റ് ചേച്ചി പഠിപ്പിച്ച കാര്യങ്ങൾ വെളിയിൽ എല്ലാവരും കേൾക്കണം. ആ ട്രെയിനിങ്ങിന് എന്തെങ്കിലും ഒരു, ആ ഇട്ട എഫേർട്ടിന് എന്തെങ്കിലും ഒരു ഫലം എന്നല്ല, ബട്ട് ഒരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. ഒരു കച്ചേരി ചെയ്യണമെന്ന് പറയണത് നമ്മള് കീർത്തനങ്ങള് വർണ്ണങ്ങള് 1.5 hours 2 hours ചെയ്യണമെന്ന് പറയണത് അതിന് ശരിക്കും അതിന്റെ ആ ഒരു പാത്തില് തന്നെ കുറേ ദിവസം നിക്കണം, വർഷങ്ങൾ നിക്കണം, എന്നാലേ അത് ശരിക്കും അതിലേക്ക് വീഴുള്ളൂ, ആ ഒരു ലൈനിലേക്ക്. അതൊരു സംഭവം തന്നെയാണ് കേട്ടാ. അത് വോയിസും നമ്മള് ബാലൻസ് ചെയ്ത് ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിന് കുറച്ച് വോയിസ് കുറച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരും ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. സോ ലൈറ്റ് പാടുമ്പോൾ നമ്മുടെ മൈക്കിൽ വരുന്ന വോയിസിൻ്റെ നമ്മുടെ വോക്കൽ പ്രൊഡക്ഷൻ കുറച്ച് വ്യത്യാസം. സോ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റായിട്ട് വരണം. അതില് ദാസേട്ടൻ തന്നെ അല്ലേ രണ്ടും കൂടെ എങ്ങനെ ഒരേ സമയത്ത് കൊണ്ട് നടന്നല്ലോ ദാസേട്ടൻ, ലൈറ്റ് മ്യൂസിക്കും കർണാട്ടിക്കും. ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത്രയും ഇഷ്യൂ വരില്ലാന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് കാരണം ഞാൻ കണ്ട കുറേ പേർക്കുണ്ട് കർണാട്ടിക് കുറേ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ അന്നത്തെ ദിവസം ലൈറ്റ് മ്യൂസിക് പാടാൻ കുറച്ച് നമ്മുടെ ലൈറ്റ് മ്യൂസിക്കിന് സട്ടിൽ സംഗതികളാണ്, പിന്നെ അറ്റാക്ക് ആയിട്ട് വരാൻ പാടില്ല. കർണാട്ടിക് അത് നല്ല അഴുത്തമായിട്ട് തന്നെ പാടണം. ഈവൻ ഇപ്പോൾ ബിന്നി ചേച്ചിയും ചേട്ടനും പറയുന്നത് എന്താന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു അങ്ങനെ മതി. കർണാട്ടിക് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും. അത് ഡോണ്ട് തിങ്ക് അബൌട്ട് ആൾക്കാർ എന്ത് പറയും എന്ന്, അങ്ങനെ വേണ്ട. നമുക്കുള്ള ഒരു മ്യൂസിക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ചേച്ചി. ദാസാറ് പാടുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഇത് ലളിതമാക്കി എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അന്ന് ഈ ശുദ്ധിവാദക്കാര് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ബാലമുരളി സാറിനെ കേട്ടിട്ടില്ല, നല്ല ലൈറ്ററാണ്, നല്ല സുഖമാണ് കേൾക്കാൻ. ലൈറ്റ് മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അതും. ഈവൻ ഞാനിപ്പോൾ ശ്വേത കുറേ കീർത്തനങ്ങളൊക്കെ പാടുമ്പോൾ മാസ്റ്റർ, ഞാൻ ഒരു 8 വർഷം കർണാട്ടിക് വലിയ ഓച്ചിറ ബാലകൃഷ്ണൻ സാർ, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിൻ്റെ ഒക്കെ അടുത്ത് വലിയ മാസ്റ്റേഴ്സാണ്. അവർ പഠിപ്പിച്ച അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ശിഷ്യ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഈ ശ്വേത പറഞ്ഞ പോലെ മാസ്റ്റർ എനിക്ക് നെയ്യാറ്റിങ്കര വാസുദേവൻ സാറും മാസ്റ്ററിൻ്റെ കൂടെ ഇരുത്തി എറണാകുളത്തെ അമ്പലത്തിൽ എന്നെ കൂടെ ഇരുത്തി കച്ചേരിക്ക് തുടങ്ങി വെച്ചതാണ്. മാസ്റ്ററിൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ വേറെ വഴിക്ക് പോയി. കാരണം നമ്മൾ ലൈറ്റ് മ്യൂസിക് ദാസേനോടൊപ്പം പാടി നടക്കണു. അപ്പൊ ക്ലാസ്സസ് ഇപ്പൊ ശ്വേത ഏതൊക്കെ കീർത്തനം പഠിക്കുമ്പോൾ എനിക്ക് എല്ലാ പാട്ടും അറിയാം, എല്ലാ കീർത്തനവും അറിയാം. പക്ഷെ നമ്മള് അതിനായിട്ട് സമയം കൊടുത്തിട്ടില്ല. നമ്മൾ കർണാട്ടിക പാടണം എന്ന് പറഞ്ഞ സമയം, അതിന് സമയം ഇരുന്ന് പാടി തന്നെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മള് ഉള്ളില് ജന്മനാ കിട്ടിയ സംഗീതം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് പ്രാക്ടീസ് തന്നെ വേണം. ലൈറ്റ് മ്യൂസിക്കിന് ജന്മനാ കിട്ടിയ സംഗീതത്തിലും പാടാൻ പറ്റും. അടിപൊളിയാ ചേച്ചി. ആ ജൂണിലെ നിലാമഴയിൽ ഇപ്പോ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ഇങ്ങനെ ആയിരുന്നു ശരിക്കും വിദ്യാസാഗർ സാറിൻ്റെ പാട്ട്. അത് 2 പാട്ടിലും ചേച്ചിയുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ചേച്ചിക്ക് അറിയാലോ കഥ. അതെ, എനിക്കറിയില്ല. ആ ജൂണിലായിരുന്നു ലിറിക്സ് ആക്ച്വലി ഒറിജിനൽ വിദ്യാജിക്ക്. അത് കഴിഞ്ഞ് ജയൻ ജൂണിലെ എടുത്തു കഴിഞ്ഞപ്പോ
ആദ്യം ജയന്റെ പാട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ജൂണിലെ ജയൻ എടുത്തു, അതിന് വേറെ ലിറിക്സ് എഴുതി കൊടുത്തു. ആരൊരാൾ പുലർമഴയും ആരൊരാൾ പുലർ, സെയിം മീറ്ററിന് 2 പാട്ട്, 2 ലെജൻസ്, അതിൽ 2ലും ചേച്ചിയുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. ആ അതെ, മഴ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് പാടാൻ പറ്റുമോ? പുലർമഴയിൽ ആർദ്രമാ ഹൃദയവുമായി. അത് കൊള്ളാം, കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല രസം. പക്ഷേ ഓടിക്കും ചിലപ്പോ. MJ അടുത്ത് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോൾ ശ്വേതയ്ക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഇന്റർവ്യൂ പറയുമ്പോഴാണ് ചേച്ചി കേട്ടതെന്ന് പറഞ്ഞത്. അതൊന്ന് പറയുമോ? റെക്കോർഡ് ചെയ്യാൻ പോയപ്പോ അല്ല, പാട്ടുകാരി ആവണേന് ഒരുപാട് മുമ്പെയാണ് അമ്മയുടെ റെക്കോർഡിങ്ങിന് പോയപ്പോ. ഞാൻ അമ്മയുടെ ആകെ ഒരു 3-4 റെക്കോർഡിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് മാനഴകോ മയിലഴകോ മാമരവില്ലഴകോ, ആ പാട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. സോ ഞാൻ വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു കമ്പോസറാണ് ജയൻ ചേട്ടൻ. ആയതുകൊണ്ടാണ് ഞാൻ ആ റെക്കോർഡിങ്ങിന് പോയി കേൾക്കാൻ പോയത്. എൻ്റെ ഉള്ളിൽ ഒരു ഫയർ, ഒരു സ്പാർക്ക്, ഒരു തീ തന്ന ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത്. അവർ ആ പാട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വിധം, അമ്മ ആ പാട്ടൊക്കെ പഠിച്ച് ജയൻ ചേട്ടൻ ആ പാട്ടിനകത്ത് ഓരോരോ അഡിഷൻസ് പറഞ്ഞ് അമ്മയുടെ വോയിസ് ഇങ്ങനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വരുന്നതും, അമ്മ ഇങ്ങനെ ഓരോ ടച്ചസ് ഇങ്ങനെ കൊടുത്തിങ്ങനെ അതിനെ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോണ. ഐ വാസ് സോ ഇംപ്രസ്ഡ്. സോ ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കും ജീവിതത്തിൽ ഇത് ചെയ്യണം. അത് ആക്ച്വലി ഇത്രയും വർഷമായിട്ട് ഇപ്പൊ ഒരു 5-6 മാസം മുമ്പ് ഒരു തമിഴ് ഒരു സ്റ്റേജിലോ മറ്റോ അവള് പറഞ്ഞപ്പോഴാണ് ആഹാ ഇതൊക്കെ ഉള്ളിലുണ്ടാകുക. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കൂടെ ഉണ്ടായിരുന്നിട്ടും പുറത്തു പോയി പറഞ്ഞിട്ട് കേൾക്കേണ്ടി വന്നു. പക്ഷെ അത് അങ്ങനെ ആയിരിക്കുമല്ലേ, ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഉള്ളിൽ കിടക്കും. എന്തായാലും MJക്ക് ഈ ഒരു ഗായികയെ പ്രസന്റ് ചെയ്തതിൽ ഒരു പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അടിപൊളിയല്ലേ? പറയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ജയൻ ചേട്ടനാണ്. കോലക്കുഴലാണ് എൻ്റെ പേര് വെളിയിലേക്ക് വന്നത്. അതിനു മുമ്പേ മന്ദാരപ്പൂ മൂളി വന്നിരുന്നു, രാജസാറിന്റെ പാട്ട്. സുന്ദരി ഒന്ന് പറയൂ വന്നിരുന്നു. പിന്നെ ഒരു വാക്ക് മിണ്ടാതെ ഔസേപ്പങ്ങളുടെ സോങ് ഒക്കെ വന്നിരുന്നു. പക്ഷെ സുന്ദരി ഒന്ന് പറയൂ എല്ലാരും വിചാരിച്ചു സുജാതയാണെന്നാണ് വിചാരിച്ചത്. മന്ദാരപ്പൂവും അങ്ങോട്ട് പാട്ട് ഹിറ്റായി, പക്ഷെ പേരങ്ങോട്ട് അറിഞ്ഞു തുടങ്ങിയുള്ളൂ. പക്ഷെ കോലക്കുഴലിലാണ് അത്. സുജാതയുടെ മകള് പാടാൻ വന്നിരിക്കുന്നു എന്ന്. തീർച്ചയായും ചേച്ചി MJക്ക് വേണ്ടി പാടിയ ഞാൻ MJക്ക് വേണ്ടി നമുക്ക് ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സ് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ജയന്റെ പാട്ടുകളിൽ ഞാൻ പാടിയതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് നല്ലോണം പാടാൻ പറ്റിയും തോന്നിയ 2 പാട്ടാണ്. പാടാനും എനിക്ക് ഭയങ്കര ഇഷ്ടപാട്ട്. പിന്നെ പ്രിയനെ ഉറങ്ങിയില്ലേ, അതിന്റെ ലിറിക്സും. ഈ ഇടയ്ക്ക് ഞാൻ ഫ്ലൈറ്റിലിരുന്ന് വേറൊരു സിംഗറിനെ അത് ഇട്ട് കൊടുത്തപ്പോൾ, ഒരു തമിഴ് പാടുന്ന സിംഗർ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ ഇത്തിരി നല്ല പാട്ടാണ്, നല്ല കോമ്പസിഷനും, ആ ലിറിക്സ് ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടും, ഭാഷ അറിയാഞ്ഞിട്ടും തട്ടും. എന്ത് ഭാഗ്യമാണ് ഇതൊക്കെ പാടാൻ പറ്റിയത്. അപ്പൊ പാടി വെച്ചത് കൊണ്ട് ആൾക്കാർ ഇത്ര ജനങ്ങളുടെ മനസ്സിലേക്ക് അത് നമുക്ക് കേറി ഒളിക്കാൻ പറ്റി. മണിക്കുയിലേ ഭയങ്കര രസമാണ്. മണിക്കുയിലേ 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 മാരിക്കാവിൽ പോരുലേ മൗനരാഗം മൂളൂലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ
മിനുമിന്നണ മിന്നല്ലേ ചില്ലരി വാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ തനിയേ. ഓ, 2 ലെജൻസും കൂടെ പാടിയിട്ടുണ്ടല്ലോ. അടിപൊളി, സൂപ്പർ ചേച്ചി.